നിങ്ങൾ അറിയുമോ, കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്ലാന്റുകൾ ഉണ്ടാക്കാൻ ഇവർ തീരുമാനിച്ചു. ആര്? ഈ പറയുന്ന ഊരാലുങ്കൽ. പിണറായി വിജയന്റെ ബിനാമിയാണത്. ഇയാളുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ കൊണ്ടുപോയി വെച്ചതാണത്. ഞാൻ നിയമസഭയുടെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, നിഷേധിച്ചിട്ടില്ല. ഇത്ര വലിയ കോടികളുടെ ആസ്തിയുള്ള കമ്പനി എന്തുകൊണ്ടാണ് അവരുടെ ആസ്തി വെളിപ്പെടുത്താത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. മെനഞ്ഞാന്ന് വി.ഡി. സതീശൻ വന്നപ്പോ ഇവിടുത്തെ കോൺട്രാക്ടർമാർ, കൺസ്ട്രക്ഷൻ വർക്ക് മേഖലയിലുള്ളവരൊക്കെ അദ്ദേഹത്തെ കണ്ടു. നിങ്ങൾ മനസ്സിലാക്കണം, കോൺട്രാക്ടർമാർ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ജനവിഭാഗം ഇല്ലാതെയായി. അവർക്ക് പണിയെടുക്കാൻ വയ്യ. ഗവൺമെന്റിന് ഊരാലുങ്കൽ പോയാൽ വേറെ ഒന്നും വേണ്ട. ഇവിടെ ഒരു കോൺട്രാക്ടർ പോയാൽ എന്താ സ്ഥിതി? AS വേണം, TS വേണം. അവിടെ ഒരു എഞ്ചിനീയർ വന്നിട്ട് കനിഞ്ഞ് അനുഗ്രഹിക്കണമെങ്കിൽ എന്തെല്ലാം, ആരുടെയൊക്കെ കാല് പിടിക്കണം. എന്നാൽ ഒന്നും വേണ്ട. ഊരാലുങ്കലിന്റെ എഞ്ചിനീയർ പറയും ഈ റോഡിന് എത്ര കോടി വേണം. അവര് തീരുമാനിക്കും, അത് ക്യാബിനറ്റിലേക്ക് പോകും, അതങ്ങ് അംഗീകരിക്കും. ഉദ്യോഗസ്ഥന്മാർ ഗവൺമെന്റിന്റെതല്ല, ഊരാലുങ്കലിന്റെ ഉദ്യോഗസ്ഥന്മാരെ പോലെയാണ്. പിന്നെ അവര് പറയുന്നവര് വരണം, അവര് പറയുന്ന പോലെ ചെയ്തു കൊടുക്കണം. എന്നിട്ട് നമ്മളൊക്കെ പറയാറുണ്ട് എബോ കിട്ടാൻ. അതൊക്കെ ഒരു കോൺട്രാക്ടറുടെ ജീവിതത്തിൽ ചിലപ്പോഴും സ്വപ്നമായിരിക്കും. പക്ഷെ ഇവരെഴുതിയെടുക്കും. 1-2 കോടിയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ശബരിമലയിലെ വെട്ടിപ്പ് നടത്തുമ്പോ ആ വെട്ടിപ്പിലെ മുഖ്യപ്രതി ഊരാലുങ്കലാണ്. അറിയോ നിങ്ങള്? അവിടുത്തെ ഒരു 10 കോടി രൂപയുടെ ഇവന്റ് മാനേജ്മെന്റ് അതിന്റെ പദ്ധതി ഏറ്റെടുക്കുന്നത് ഊരാലുങ്കൽ. ഊരാലുങ്കൽ ഏതാണ്? പിണറായി വിജയന്റേതാണ്. ഇത് പറയുന്നതാണ് ദേഷ്യം. ഒരു മനുഷ്യൻ നിന്ന് കക്കുക, പറയുന്നവരെ ഭീഷണിപ്പെടുത്തുക, അവരെ ഭയപ്പെടുത്താൻ ശ്രമിക്കുക. അതാണോ രാഷ്ട്രീയം എന്ന് പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, എല്ലാവരുടെ പേരിലും, എന്നെ മാത്രമൊന്നല്ല, വി.ഡി. സതീശന്റെ പേരിൽ എത്ര കേസുകൾ വിജിലൻസ് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചു? എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചു? ഏതെല്ലാം തരത്തില്? എനിക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള ജീവിതത്തിൽ, ഒരു പൊതുപ്രവർത്തനത്തിൽ നമ്മൾ ഏറ്റവും ഭയക്കുന്ന 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ അഴിമതി